നമസ്കാരം. അംചി മുംബൈയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദേശീയ കലകളുടെ സമന്വയവേദിയെ ആഘോഷമാക്കി മുംബൈ. ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ പിന്തുണയോടെ ഇന്ത്യൻ കലകളുടെയും സംസ്കാരത്തിന്റെയും വേദിയാവുകയായിരുന്നു പവായ് ഹീരാനന്ദാനിയിലെ MTNL ഗ്രൗണ്ട്. ഇതാദ്യമായാണ് മഹാനഗരത്തിൽ ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ കോർത്തിണക്കിയ ദൃശ്യവിസ്മയത്തിന് സാക്ഷ്യം വഹിച്ചത്. ഡെഡിക്കേറ്റഡായി ഏത് സബ്ജക്റ്റ് ചെയ്യാലും അതിന് ഗുണമുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് ഈ ദേശീയ കലകളെ ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് എല്ലാ സ്റ്റേറ്റിലെ ആളുകളോട് വന്ന് അത് പൂർത്തീകരിച്ച് തന്നു. അവന് ഞാൻ 1000 നന്ദി പറയുന്നു. ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ പിന്തുണയോടെ ഇന്ത്യൻ കലകളുടെയും സംസ്കാരത്തിന്റെയും സമന്വയ വേദിയാകുകയായിരുന്നു പവായ് ഹീരാനന്ദാനി ഗാർഡനിലെ MTNL ഗ്രൗണ്ട്. മുംബൈയിലെ മുൻനിര സന്നദ്ധ സംഘടനയായ K&K സോഷ്യൽ ഫൗണ്ടേഷന്റെ 8ാമത് പുതുവത്സരാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഏകദേശം 500 കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കലാസന്ധ്യ അരങ്ങേറിയത്. ഓരോ സംസ്ഥാനങ്ങളിലെ വ്യത്യസ്തവും വിഭിന്നവുമായ കലകളെ കുറിച്ച് എനിക്കിപ്പോൾ അഭിമാനം തോന്നുകയാണ്. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകൾ എന്നുള്ള വള്ളത്തോളിന്റെ കവിതകൾ അനർത്ഥമാക്കുന്നതാണ് ഇന്നിവിടെ കണ്ട ഈ വിവിധ സംസ്ഥാനങ്ങളുടെ കലകളും ആ കലകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന സംസ്കാരമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിരവധി യാത്രകളിലൂടെയാണ് രാജ്യത്തിന്റെ വിവിധ സംസ്കാരങ്ങളെ ഒരേ വേദിയിൽ കൊണ്ടുവരാനായുള്ള ഏകോപനം നിർവഹിക്കുവാൻ കഴിഞ്ഞതെന്നും കലയും സംസ്കാരവുമാണ് മതനിരപേക്ഷമായ ദേശീയതയെ നിലനിർത്തുവാൻ സഹായിക്കുന്ന ഘടകമെന്നും K&K ഫൗണ്ടേഷൻ നാഷണൽ പ്രസിഡന്റ് പ്രിൻസ് വൈദ്യൻ പറഞ്ഞു. ഹിന്ദുസ്ഥാൻ का अंदर आर्ट एंड कल्चर का कुछ चेंजेस नहीं है और आर्ट एंड कल्चर एक अम्ब्रेला का ऊपर लेके आने के लिए मेरा इच्छा था. 2019 में मेरा इच्छा था 500 कलाकार ये स्टेज का पीछे खड़ा है. They all travel from Kashmir. They all travel from Tamil Nadu. They travel from the different places to here. കാശ്മീരി ഗായിക ദീപാലി വാട്ടലിന്റെ സംഗീത പരിപാടിയോടെ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യവും ബഹുസ്വരതയും പൂർണ്ണമായി ആവാഹിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക പ്രവർത്തന നിലയിൽ അവക്കെല്ലാം സമഞ്ജസമായി സമ്മേളിക്കാൻ കഴിയുന്ന ഒരു കലാവിരുന്നാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് യുവ സംരംഭകൻ ആദിൽ തോമസ് അലക്സാണ്ടർ, കേരള സർക്കാരിന്റെ നവകേരള പദ്ധതിയുടെ കോർഡിനേറ്റർ ചെറിയാൻ ഫിലിപ്പ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, അഡീഷണൽ കമ്മീഷണർ ഓഫ് പോലീസ് പ്രതാപ് ദിഗ്വാക്കർ IPS, ACP സ്പെഷ്യൽ ബ്രാഞ്ച് ഉമേഷ് കുമാർ, മുൻ ഡെപ്യൂട്ടി ഇൻകം ടാക്സ് കമ്മീഷണർ അഡ്വക്കേറ്റ് പത്മ ദിവാകരൻ, സിനിമാ സംവിധായകൻ സിബി മലയിൽ, മുൻ മന്ത്രി പന്തളം സുധാകരൻ, ഗായിക ദീപാലി വട്ടൽ, വ്യവസായികളായ മുഷ്താഖ് ഛായ, AR പിള്ള തുടങ്ങിയവരെ വ്യത്യസ്ത മേഖലകളിലെ മികവിന് മുഖ്യാതിഥി ശ്രീനഗർ MLA മുബാറക് ഗുൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം രഞ്ജിനി ഹരിദാസ് ചടങ്ങുകൾ നിയന്ത്രിച്ചു. ഇന്ന് K&K ഫൗണ്ടേഷൻ എന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നുള്ള പദവിയിൽ ഒരു അവാർഡ് തന്നു. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ മലയാളികൾ മറ്റുള്ളവരുടെ കഴിവുകളെയോ ഒന്നും ആദരിക്കാറില്ല. കഴിയുന്നത് മുന്നോട്ട് നമ്മൾ ഒരു ആദരവ് അല്ലെങ്കിൽ അതിനൊരു പ്രൊമോഷൻ കൊടുക്കാറില്ല. ഈ പ്രിൻസ് സാറ് ഇങ്ങനെ ഒരു അവാർഡ് തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഉള്ള രീതിയിൽ എല്ലാവർക്കും വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതിന് എന്നെ ഉള്ള അപ്രീസിയേഷൻ. ഗോൾഡൻ വോയ്സ് അവതാരക നീതി നായർക്കാണ് ഈ അപൂർവ ഭാഗ്യത്തിന് അവസരം ലഭിച്ചത്. തലമുറകളുടെ അപൂർവ സംഗമവേദിയായി ഗോൾഡൻ വോയ്സ് അവതാരക നീതി നായർക്കാണ് ഈ അപൂർവ ഭാഗ്യത്തിന് അവസരം ലഭിച്ചത്. ഫെമിലിയർ എന്ന് പറയുമ്പോ
നീതി നായർ പങ്കെടുക്കുന്ന മിക്കവാറും എല്ലാ വേദികളിലും ഈ മുഖം കാണാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ അവിടെ എല്ലാം എത്താറുള്ള ഒരു വ്യക്തി കൂടിയാണ്, അതുകൊണ്ട് ഫെമിലിയർ ആയിരിക്കാം. വേറൊരു ഇൻട്രൊഡക്ഷൻ, എനിത്തിങ്, ദിസ് ഈസ് എ ഫെമിലിയർ ഫേസ്. യെസ്, ഈ ഇൻട്രൊഡക്ഷൻ എന്നോട് ചോദിക്കുമ്പോൾ വളരെ എന്താ പറയുക, ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് എനിക്ക് പറയാം, ഇതൊരു 3 ജനറേഷനാണ്. ഏറ്റവും വലിയ ജനറേഷൻ എൻ്റെ മോള്, എൻ്റെ കൊച്ചുമോൻ. അഞ്ചുമുമ്പയുടെ എന്നല്ല, മിക്കവാറും ഏത് വേദികളിലും ഇങ്ങനെ വളരെ അപൂർവമായിട്ടായിരിക്കും അങ്ങനെ കാണാൻ പറ്റുന്നത്. ആ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അത്തരം ഒരു വേദി ഒരുക്കി തന്നതിന് അംചി മുംബൈയോട് വളരെ നന്ദി. So this generation 1, generation 2, generation 3, ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു to this divine stage of Goodwin Golden Voice season 2. നീതിയുടെ 4 വയസ്സുകാരൻ മകൻ വിഖ്യാത് നായർ ചെണ്ടയിൽ വിസ്മയം തീർക്കുന്ന കുരുന്നു പ്രതിഭയാണ്. അതുപോലെ തന്നെ ഇക്കുറി മത്സരത്തിന് നീതിയുടെ അച്ഛൻ രവികുമാറും മത്സരാർത്ഥിയായി എത്തിയത് തികച്ചും യാദൃശ്ചികം. അച്ഛൻ പാടുന്ന വേദിയിൽ മകൾ അവതാരകയായി എത്തുന്ന കൗതുകത്തിന് തിളക്കം കൂട്ടുവാനാണ് കൊച്ചുമകൻ വിഖ്യാതിന്റെ സ്പെഷ്യൽ പെർഫോമൻസ് കൂടിയാകാമെന്ന് അംജി മുംബൈ തീരുമാനിക്കുന്നത്. ഇതോടെ അംജി മുംബൈ ഗോൾഡൻ വോയ്സ് മത്സരവേദി തലമുറകളുടെ അപൂർവ സംഗമവേദിയായി മാറുകയായിരുന്നു. പൂനെയിൽ സ്ഥിരതാമസമാക്കിയ നീതിയുടെ മകൻ വിഖ്യാത് നഴ്സറി വിദ്യാർത്ഥിയാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ വാദ്യകലയോട് ആഭിമുഖ്യം കാണിച്ചിരുന്നു. വാദ്യരംഗത്തെ കുലപതിയായ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ ആശീർവാദം വാങ്ങിയാണ് ഈ കൊച്ചുമിടുക്കൻ ചെണ്ടയിൽ ആദ്യ താളം കുറിക്കുന്നത്. മുംബൈയിലെ അറിയപ്പെടുന്ന വാദ്യകലാകാരനായ അനിൽ പൊതുവാളിന്റെ ശിക്ഷണത്തിൽ വാദ്യകലയിലെ ആദ്യ പാഠങ്ങൾ ഇളം പ്രായത്തിൽ തന്നെ സ്വായത്തമാക്കി. ഇപ്പോൾ പൂനെയിൽ ഗുരു ഹരിഹരൻ മാരാരുടെ കീഴിൽ ചെണ്ട അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. സംഗീതവേദികളിൽ സജീവമല്ലെങ്കിലും രവികുമാർ നായർ നല്ലൊരു സംഗീതപ്രിയനാണ്. പ്രത്യേകിച്ച് ശങ്കര നമ്പൂതിരിമാരിയുള്ള ഒരു പ്രഗത്ഭനായ സംഗീതജ്ഞനൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നെയ്യാറ്റിൻകര മോഹനൻ സാറിന്റെ സ്റ്റുഡന്റാണ്. പാലക്കാടുള്ള ഗുരു നെയ്യാറ്റിങ്കര മോഹനചന്ദ്രന്റെ കീഴിൽ കർണാടക സംഗീതം അഭ്യസിച്ചിട്ടുള്ള രവികുമാർ എലൈറ്റ് ഓർക്കസ്ട്രയിലെ ഗായകനായിരുന്നു. പിന്നീട് ജോലി തിരക്കുകൾക്കിടയിൽ മാറ്റിവെച്ച പ്രതിഭയെ പൊടിതട്ടിയെടുക്കുകയായിരുന്നു ഗോൾഡൻ വോയ്സ് മത്സരവേദിയിൽ. ബറോഡ ഹൈടെക്കിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് രവികുമാർ നായർ. ചെമ്പൂർ ശ്രീനാരായണ മന്ദിരസമിതി വിവാഹാർത്ഥി മേളയിൽ സജീവ പങ്കാളിത്തം. ശ്രീനാരായണ മന്ദിരസമിതി ചെമ്പൂരിൽ സംഘടിപ്പിച്ച വിവാഹാർത്ഥി മേള RCF മാർക്കറ്റിംഗ് വിഭാഗം ഡയറക്ടർ KU തങ്കച്ചൻ, ഭാര്യ ജൈനി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മുംബൈ പോലെ ഒരു മഹാനഗരത്തിൽ ഇത്തരം ഒരു സംരംഭം തുടങ്ങി വയ്ക്കുന്നത് ഇവിടുത്തെ കേരളത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പല ഫാമിലീസിനും ഒരുമിച്ച് വന്നു ചേരുവാനും ഇതിൽ പങ്കെടുക്കുവാനും പല യുവ ദമ്പതികളെ അവരുടെ ദാമ്പത്യത്തിലേക്ക് നയിക്കുവാനും പറ്റുന്നത്. സമിതി ചെയർമാൻ MI ദാമോദരൻ, പ്രസിഡന്റ് N ശശിധരൻ, മേളയുടെ കോർഡിനേറ്റർ OK പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. സമിതി ചെയർമാൻ MI ദാമോദരൻ മേളയിൽ പങ്കെടുത്ത യുവതീവാക്കളെ അനുമോദിച്ചു സംസാരിച്ചു. വിവാഹാർത്ഥി മേള കൂടാതെ സമിതിയുടെ മാരേജ് ബ്യൂറോ വഴിയും നിരവധി വിവാഹങ്ങൾ നടക്കുന്നതായി OK പ്രസാദ് പറഞ്ഞു. മഹാരാഷ്ട്രയ്ക്ക് പുറമെ ഗുജറാത്ത്, ബാംഗ്ലൂർ, ചണ്ഡീഗഡ്, ഡൽഹി, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നായി വിവാഹാർത്ഥികൾ മാതാപിതാക്കളോടൊപ്പമാണ് എത്തിയിരുന്നത്. തനിമ സാംസ്കാരിക വേദി വാർഷികാഘോഷം കൊണ്ടാടി. അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് തിളക്കം കൂട്ടി. ഡോംബുവിലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തനിമ സാംസ്കാരിക വേദിയുടെ വാർഷികാഘോഷ പരിപാടികൾ നടന്നു. വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖനായ ഡോക്ടർ ഉമ്മൻ ഡേവിഡ് മുഖ്യാതിഥിയായിരുന്നു. ജ്വല്ലറി വ്യവസായ രംഗത്ത് പ്രശസ്തരായ ഗുഡ്വിൻ ഗ്രൂപ്പിന്റെ ചെയർമാൻ സുനിൽ കുമാർ വിശിഷ്ടാതിഥിയായ ചടങ്ങിൽ തനിമ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ശ്രദ്ധേയമായി. കേരളത്തിന്റെ സംസ്കാരവും പൈതൃകവും വിളിച്ചോതുന്ന നൃത്ത സംഗീത പരിപാടികൾ യുവതലമുറയുടെ തിളക്കമാർന്ന പ്രകടനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി മത്സരത്തിൽ സമ്മാനങ്ങൾ തൂത്തുവാരി മുംബൈ സ്കെച്ചസ്. കേരളീയ സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ മുംബൈയിൽ അരങ്ങേറിയ നാടക മത്സരത്തിന് തിരശ്ശീല വീഴുമ്പോൾ 5 നാടകങ്ങളാണ് വേദിയിൽ മാറ്റുരച്ചത്. ആദ്യ നാടകങ്ങൾക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചതെങ്കിലും കലാശക്കൊട്ടിൽ നഗരത്തിന്റെ നേർക്കാഴ്ചകളുമായെത്തിയ ബോംബെ സ്കെച്ചസിനെ ഇരുകൈകളും നീട്ടിയാണ് നാടകപ്രേമികൾ സ്വീകരിച്ചത്. കാണികളുമായി സംവദിക്കുന്ന കേളി രാമചന്ദ്രന്റെ രചനയോട് നീതി പുലർത്തിയ അഭിനേതാക്കൾ സ്റ്റേജിന്റെ പരിമിതികളെ മറികടന്നായിരുന്നു ദൃശ്യാനുഭവമാക്കിയത്. നാടകം എന്ന് പറയുന്ന ഒരു പ്രതിരോധത്തിന്റെ കലയാണ്, ചെറുതേൽപ്പിന്റെ കലയാണ്. അപ്പൊ അത് സാധാരണ ഒരു മലയാളി സമാജം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പൊ ന്യൂ ബോംബെ കേരള സമാജമാണ് അത് അണ്ടർടേക്ക് ചെയ്തത്, അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് അങ്ങനെ ഒരു നാടകമായിട്ട് ചെയ്യാൻ പറ്റിയതിലും ഇത്രയധികം കുട്ടികളുടെ ഒരു കൂട്ടായ്മയ്ക്ക് മാറ്റാൻ പറ്റിയതിലും
ഒരു വളരെ സന്തോഷമുണ്ട്. ന്യൂ ബോംബെ കേരളീയ സമാജം അണിയിച്ചൊരുക്കിയ നാടകത്തിൽ യുവാക്കളുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങളും എടുത്തു പറയേണ്ടതാണ്. നല്ല നാടകരചനകൾ മുംബൈയിൽ നിന്നും പിറക്കുന്നില്ല എന്ന വാദത്തെ അപ്രസക്തമാക്കുന്നതായിരുന്നു കാൽനൂറ്റാണ്ടായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കേളി രാമചന്ദ്രൻ മുംബൈയുടെ സ്പന്ദനങ്ങളുമായി എത്തി കയ്യേറി നേടിയത്. സംഗീത നാടക അക്കാദമിയുടെ ഈ പ്രവാസി നാടക മത്സരം പ്രവാസികൾക്കിടയിലെ മലയാള നാടകത്തിന്റെ നിലവാരം ഉയർത്തുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൽ പോലും കാണാത്ത രൂപത്തിൽ നാടകം വികസിച്ച് അല്ലെങ്കിൽ നാടകത്തിന്റെ പ്രവർത്തനം മലയാളികൾക്കിടയിൽ മുംബൈയിൽ നടക്കുന്നുണ്ട് എന്നതിന് തെളിവ് കൂടിയാണ് ഈ നാടകം. മികച്ച രംഗഭാഷ്യമൊരുക്കി കാണികളെ വിസ്മയിപ്പിച്ച ബോംബെ സ്കെച്ചസ് അണിയിച്ചൊരുക്കിയത് പ്രശാന്ത് നാരായണൻ എന്ന പ്രതിഭാശാലിയായ നാടക സംവിധായകനാണ്. ഞങ്ങളുടെ ടീം നല്ല ടീമായിരുന്നു. ചെറിയ കളികളിലൂടെയൊക്കെ തുടങ്ങിയ ഒരു നാടക പരിപാടിയാണ്. നല്ല റിസൾട്ട് ഉണ്ടായി. സന്തോഷം. സാങ്കേതിക സംവിധാനത്തിലും ഏറെ മികച്ചു നിൽക്കുന്നതായിരുന്നു ബോംബെ സ്കെച്ചസ്. സനേഷ്, ഫ്രാൻസിസ് തിറേത്ത്, ഷിനോജ്, അശോകൻ എന്നിവർ ചേർന്ന് ക്രമീകരിച്ച ശബ്ദത്തിന്റെയും വെളിച്ചത്തിന്റെയും സംയോജനം കാണികൾക്ക് ദൃശ്യാനുഭവമായി. ഹെൽസൺ, ആൻഡോ, സത്യജിത്ത്, മിഥുൻ എന്നിവർ ഒരുക്കിയ സംഗീതവും ഏറെ ഹൃദ്യമായി. കേരള സംഗീത നാടക അക്കാദമി പശ്ചിമ മേഖലയുടെ കമ്മിറ്റിയെ സംബന്ധിച്ചോളം ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. കാരണം കേസിന് അനവധി പരിപാടികൾ ചെയ്യുമെങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ അഖിലേന്ത്യാ പ്രവാസി അമച്ചർ നാടക മത്സരത്തിനാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരുക്കിയ ഇത്രയേറെ 5 നാടകങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യുവാക്കളും യങ്സ്റ്റേഴ്സ് കൂടുതലായി നാടകത്തിലേക്ക് വരുന്നുണ്ട്. ഈ വർഷം നമ്മൾ കാണാനായിട്ട് സാധിച്ച പുതിയ ട്രെൻഡ് ഈവൻ കുട്ടികളും 5 വയസ്സ് 7 വയസ്സ് മുതലുള്ള ഒരുപാട് കുട്ടികളും നാടകത്തിലേക്ക് വരുന്നു, മുതിർന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം അവതരിപ്പിച്ച 5 നാടകങ്ങളും സമാജങ്ങളാണ് അവതരിപ്പിച്ചത്. അപ്പോൾ അതൊക്കെ വളരെ വലിയൊരു പിന്നീടുള്ള ഒരു വലിയൊരു മുന്നേറ്റത്തിലേക്ക് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. നല്ല നടീനടന്മാരായി ഡോംബുവിലി നിവാസിയായ നിഖിലും നെരൂളിൽ താമസിക്കുന്ന വിഷ്ണുപ്രിയയും കൂടി തിരഞ്ഞെടുത്തതോടെ രംഗം അടക്കി വാഴുകയായിരുന്നു നെരൂൾ സമാജമൊരുക്കിയ ബോംബെ സ്കെച്ചസ്. ഇതൊരു ഇൻഡിവിജ്വൽ വിജയമായിട്ടല്ല, ഒരു ടീം വർക്കാണ് ഇതിന്റെ പിന്നിലുള്ളത്. നിങ്ങൾക്ക് കാണാം, ഞങ്ങളുടെ നാടകത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ഇതൊരു ടീം വർക്കായിട്ട് ഞാൻ കാണുന്നു. അതിൽ ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ മാത്രമല്ല, ഈ കൂടെയുള്ള ഈ ടീം തന്നെ ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കാൻ. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. ഇവർ തന്നെയാണ് എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നത്. ഇവരോടൊക്കെ കൂടി അങ്ങനെ പഠിച്ച് വന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഇതെനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു മൊമെന്റാണ്. പനവേൽ സമാജത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, കാർഗർ സമാജത്തിന്റെ ഈർപ്പം, മലാട് മലയാളി സമാജത്തിന്റെ ചില്ലുകൂട്ടിലെ അലങ്കാര മത്സ്യങ്ങൾ, ട്രോംബെ ടൗൺഷിപ്പ് ഫൈനാൻസ് ക്ലബിന്റെ മുക്തിപർവം തുടങ്ങിയവയായിരുന്നു അരങ്ങേറിയ മറ്റ് നാടകങ്ങൾ. ഇത്തവണത്തെ ഞങ്ങളുടെ ഫോർമാറ്റ് 7 വയസ്സ് തൊട്ട് 70 വയസ്സ് വരെയുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിന്റെയും പ്രാതിനിധ്യമായിരുന്നു ഈ ഗ്രൂപ്പിന്റെ ഒരു ഫോർമാറ്റ്. കേരളത്തിൽ നിന്നെത്തിയ പ്രശസ്ത നാടക പ്രവർത്തകരായ എ രത്നാകരൻ, ടി ഗോപാലകൃഷ്ണൻ, വിനോദ് കുമാർ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. കേരളീയ സംഗീത നാടക അക്കാദമിയെ പ്രതിനിധീകരിച്ച് സെക്രട്ടറി രാധാകൃഷ്ണൻ, മധു എന്നിവരും സന്നിഹിതരായിരുന്നു. സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തൃപ്തിയായ ഒരു മത്സരം എന്നുള്ള നിലത്തിലല്ല, ഒരു ഉത്സവം എന്ന നിലയിലാണ് ഞാനിന്ന് കാണുന്നത്. കാരണം പശ്ചിമ മേഖലാ പ്രതിനിധികളായ പ്രിയ വർഗീസ്, പി ഡി ജയപ്രകാശ്, ടി എൻ ഹരിഹരൻ, നിഷ ഗിൽബർട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകിയ നാടക മത്സരം മുംബൈ നാടകവേദിക്ക് പുത്തൻ ഉണർവാണ് നൽകിയത്. സമാപന ചടങ്ങിൽ KSNA ജനറൽ സെക്രട്ടറി N രാധാകൃഷ്ണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പശ്ചിമ മേഖലാ പ്രതിനിധികളായ പ്രിയ വർഗീസ്, ശശികുമാർ നായർ, സിബി സത്യൻ, സുരേന്ദ്രബാബു എന്നിവർ വേദി പങ്കിട്ടു. MMK ഉറുമിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സഹപ്രവർത്തകർ. ബോംബെ കേരള മുസ്ലിം ജമാഅത്ത് മുൻ പ്രസിഡന്റും KMCC മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന MMK ഉർമി എന്ന മുഹമ്മദ് കുഞ്ഞിയുടെ നിര്യാണം തീരാനഷ്ടമാണെന്നും സേവന മേഖലയിൽ വളർന്നുവരുന്ന പുതിയ തലമുറയ്ക്ക് മാർഗദർശിയായിരുന്നു MMK ഉർമി എന്നും ജമാഅത്ത് പ്രസിഡന്റ് CH അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. MMK ഉർമി സാഹിബ് 25 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാണ്. വളരെ നല്ല ഒരു പ്രവർത്തകൻ, വളരെ ഒരു നേതാവ്, വളരെ നല്ല സെക്കുലറിസ്റ്റ്, പിന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വളരെ താല്പര്യം കാണിച്ചുകൊണ്ട് ഏത് രാത്രിയും ഏത് അറ്റം വരെയും പോയി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ. മുംബൈയിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്ന ഉർമി സാഹിബിന്റെ വിയോഗത്തിൽ ബോംബെ കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി V അബ്ദുൽ ഖാദർ ഹാജി അനുശോചനം അറിയിച്ചു. 2.5 പതിറ്റാണ്ടോളം ബോംബെ കേരള മുസ്ലിം ജമാഅത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച സഹപ്രവർത്തകന്റെ വേർപാടിൽ അബ്ദുൽ ഖാദർ ഹാജി ദുഃഖം രേഖപ്പെടുത്തി. ബോംബെ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രമുഖരടക്കം നിരവധി പേരാണ് പ്രിയ സഹപ്രവർത്തകന്റെ അകാല വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ വിയോഗം ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ നഷ്ടം, തീരാ നഷ്ടം തന്നെയാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് ജന്മനാടായ കാസർഗോഡ് ഉർമിയിലെ വീട്ടിൽ വെച്ചായിരുന്നു
ഉറുമിക്കായിരുന്നു അന്ത്യം. മുംബൈയിൽ ഹോട്ടൽ വ്യവസായ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഉറുമി നഗരത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തും നിറസാന്നിധ്യമായിരുന്നു. MMK ഉറുമി സാഹിബിന്റെ മരണം പ്രവാസി മലയാളികൾക്ക്, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഭാഗത്തുള്ള ബോംബെ നിവാസികൾക്ക് സഹിക്കാനാവാത്ത വിധം വലിയൊരു നഷ്ടമാണ്. അംശുബടി എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ മുംബൈ വിശേഷങ്ങളുമായി എല്ലാ ബുധനാഴ്ച രാത്രി 9:30 PPTV-യിലും എല്ലാ ഞായറാഴ്ച രാവിലെ 7:30 കൈലി TV-യിലും.